ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യം ലോകത്തിലെ വളരെ മനോഹരമായ ഒരു ലേക്കിൻ്റെ മധ്യത്തിലാണ്. ചുറ്റുപാടും പർവ്വതങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. നിങ്ങൾ ചുറ്റുപാടും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു പർവ്വതങ്ങളാണ് നാല് ഭാഗത്ത്. ലേക്കുകളിൽ നിന്നാണ്. നിങ്ങളുടെ പ്രിയ സ്നേഹിതൻ ദേവ് ശിവനാണ് ഈ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ. അദ്ദേഹമാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഈ മനോഹരമായ ലേക്കിൽ അദ്ദേഹത്തിൻ്റെ സെയിൽ ബോട്ടിൽ, അതായത് പായ്ക്കപ്പലിൽ ഞങ്ങളിരിക്കുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളോട് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യത്തിനായി കാറ്റ് വീശി ഈ പായ്ക്കപ്പൽ കാറ്റിൻ്റെ ശക്തി കൊണ്ടാണ് ഓടുന്നത്. ജീവിതം ഒരുപക്ഷെ വളരെ ശാന്തമായിട്ടായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ ശക്തിയായ കാറ്റുകൾ ആഞ്ഞു വീശുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? യോർദാന്റെ സമഭൂമിയിൽ നിങ്ങൾ കാലാളുകളോടുകൂടെ ഓടി തളർന്നു പോയാൽ യോർദാന്റെ വൻകാട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യും? സഹോദരങ്ങളെ, ജീവിതത്തിൽ എപ്പോഴും ശാന്തതയല്ലായിരിക്കും. കൊടുങ്കാറ്റുകളും ഈശാനമൂലനും വളരെ ശക്തിയായി അടിച്ചുയരും. നിങ്ങൾക്ക് സ്വയമായി സ്വന്തം ശക്തി കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. ദൈവം തൻ്റെ ഓമനപുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് നിങ്ങളെ സ്നേഹിച്ച് നിത്യജീവൻ നൽകി ശാന്ത തുറമുഖത്ത് കൊണ്ട് എന്നെത്തിക്കുവാനാണ്. നിങ്ങൾ അവരുടെ സ്നേഹം അറിയുമോ? യേശു നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്നു. നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണ്. നിങ്ങളെ സ്വർഗരാജ്യത്തിന്റെ നിത്യ തുറമുഖത്ത് കൊണ്ട് എന്നെത്തിച്ച് നിത്യജീവൻ നൽകി ഈ കായലിന്റെ മധ്യത്തിൽ ഇരുന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ